ബർത്ത്ഡേ ബോയ് ഇതാ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 12 മണിയായി. പാവം ബോധമില്ലാതെ അച്ചടാ. ലൈറ്റ് ഒന്നും ഇല്ലെങ്കിൽ ചുറ്റൊക്കെ 4 പില്ലോ. ഉറങ്ങണമെന്ന് പറഞ്ഞ ആളാ. 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും നമസ്കാരം. ഞാൻ എന്താ ഇപ്പം രാവിലെ ലേറ്റായിട്ട് എണീറ്റ്. അമ്മൂമ്മ ദാ ഇവിടെ വെളി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്തായാലും ഉറങ്ങിയപ്പോൾ 4 മണി. കുറച്ച് കമ്പ്യൂട്ടർ കാര്യങ്ങൾ ചെയ്യാറുണ്ടായിട്ട് ലീനതായപ്പോൾ താഴെ പെട്ടെന്ന് കുറച്ച് റെഡി ആക്കുക. പലതും തേച്ചില്ല, എല്ലാം ധൃതിയില്ല. എൻ്റെ ഇടയ്ക്കൊരു വ്ളോഗ് കൂടി എടുക്കാം, അത് കഴിഞ്ഞു. ലീയെന്താ റെഡിയായി? വാ പോവാം വാ. അപ്പൂപ്പന്റെ ഫോട്ടോ നോക്കി ഇരിക്കുകയായിരുന്നു കുറച്ചു നേരം മുന്നേ. ചെരുപ്പിട് പോലെ ആ ഫോട്ടോ എടുത്ത് വെളിയിൽ കൊണ്ട് വെച്ചേക്കോ അപ്പൂപ്പൻ എന്ന് പറഞ്ഞുകൊണ്ട്. ബൈ ബൈ പോവാം ലിയൻ. ഫോട്ടോ അപ്പൂപ്പ കാണിച്ചു കൊടുക്ക ഫോട്ടോ. നോക്കപ്പൂപ്പ. ഇതാ ഇപ്പൊ അവനെ കാറ് കയറ്റി അപ്പൂപ്പൻ കേറുക. മാറിയൻ തരാം. ഇനി ഞാനും കൂടെ കയറട്ടെ. ഇതോ അമ്മൂമ്മ അവിടെ ഇരിപ്പുണ്ട്. ഇവനെ ഒരു ബർത്ത്ഡേ ഡ്രസ്സും ഒരു ഓണം ഡ്രസ്സും ഒന്നും എടുക്കാനാണ് മെയിൻലി പോകുന്നത്. പിന്നെ നമുക്ക് കുറച്ച് വേറെ അല്ലാത്ത കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതും കൂടെ ചെയ്തിട്ടൊക്കെ വരും എൻ്റെ കൂടെ. ഭീമയിൽ കയറണം. ഭീമയിൽ കയറണം. ഭീമയിൽ കയറിയിട്ട് മാല കൊടുത്തിട്ട് 2 വള വാങ്ങണം. ഇട്ടോണ്ട് കിടക്കാൻ പറ്റുന്ന ഒരു വള മേടിക്കണം. ഒന്നല്ല 2 വള അല്ലേ? 2 വള. നമ്മള് ഹാപ്പി ബർത്ത്ഡേ ടു യു. അവൻ ഇപ്പൊ കേക്ക് വയ്ക്കും. മാരിയോ കേക്കാണ് വേണ്ടത്. ഞാൻ ക്യാൻറ്റീന്ന് വന്നപ്പോൾ അവന് ഞാൻ ഡ്രസ്സ് കൊണ്ടുവന്നായിരുന്നു. പക്ഷേ എൻ്റെ ഒരു സൂട്ട് കേസ് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. എന്നെ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സൂട്ട് കേസ് ഒന്നും വന്നില്ല. ഒരു സൂട്ട് കേസും ഇപ്പോൾ എൻ്റെ കാർ സീറ്ററും വന്നു. ബാഗ് ഇതുവരെ വന്നിട്ടില്ലേ? അമ്മൂമ്മയുടെ തുടങ്ങി വിട്ട അവര്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇത് രണ്ടുപേരും. ഓ താങ്ക് യു ലിയൻ. അമ്മൂമ്മയാണ് പാട്ട് പഠിപ്പിക്കുന്നത്. ഇവിടെ കിടപ്പുണ്ട്. ഇതാണ് മമ്മിയുടെ കോളേജ്. ഇവിടെയാണ് മമ്മി പഠിച്ചേ, വുമൻസ് കോളേജ്. എന്താ തരാം. മഴ പെയ്യുന്നോണ്ട് നമ്മള് താഴെ പാർക്ക് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ ഇവിടെ ലിഫ്റ്റ് ഇല്ലാത്തോണ്ട് അമ്മൂമ്മ കഷ്ടപ്പെട്ടൊക്കെ സ്റ്റെപ്പ് കയറുക. പാവം കഷ്ടമായി പോയി. എത്താറായി അമ്മൂമ്മ? എത്താറായി. ഞാൻ ക്യാൻറ്റീൻ ഇട്ടോന്ന് പറഞ്ഞ മാലയാണ് ഇപ്പൊ മാറ്റുന്നത്. അത് മാറ്റിയിട്ട് ഒരു 2 വള എടുക്കാം. അപ്പൊ കയ്യിലിടാൻ കുറച്ച് വളകൾ നോക്കുവാണ്. ഏതാ എടുക്കേണ്ടതെന്നൊന്നും ഇതുവരെ ഒന്നും ആയിട്ടില്ല. അമ്മൂമ്മ അപ്പൂപ്പനവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാന് എന്തെങ്കിലും കൊള്ളാന്ന് പറയുമ്പോ അത് വേണ്ട വേറെ എടുക്കാന്ന് പറയുന്ന ആളാണ്. പക്ഷെ മക്കൾക്ക് ഇഷ്ടമുള്ള എടുക്കുന്ന പറയും. കുറച്ച് കള്ളിയാണ്. എന്തായാലും മാറ്റി മേടിക്കുന്നതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ. ഇഷ്ടമുള്ള ഒരു പാറ്റേൺ എടുക്കുന്നു. എൻ്റെ കയ്യിൽ കിടന്ന വളമൊക്കെ ഞണുങ്ങിപ്പോയി. ഞാൻ അമ്മൂമ്മ ഒരെണ്ണം തന്ന് അത് ഞാൻ ചെറുതായിട്ടൊന്ന് ഞണുങ്ങി. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വളമൊന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എനിക്ക് ബ്രേസ്ലെറ്റ് നോക്കിയപ്പോൾ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ബ്രേസ്ലെറ്റ് മേടിക്കാനാണ് ഇപ്പോൾ മേലേക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി പോവുക. ബ്രേസ്ലെറ്റ് നോക്കി എടുക്കാം. കാരണം ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തി. ഇപ്പോൾ ബ്രേസ്ലെറ്റ് നോക്കാം. വള പോലെ വരുന്ന ബ്രേസ്ലെറ്റ് നോക്കാം. അതാണ് എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ. അപ്പോൾ ഇതാണ് ഇപ്പോൾ ലാസ്റ്റ് സെലക്ട് ചെയ്ത് ഇങ്ങനെ ഒരു ബാങ്കിൾ പോലത്തെ ഒരു ബ്രേസ്ലെറ്റ്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വളരെക്കാളും. അമ്മൂമ്മയ്ക്ക് എന്താണ് അഭിപ്രായം? ഇഷ്ടപ്പെട്ടു മോനെ. ചേട്ടന് ഇഷ്ടപ്പെട്ടല്ലേ? അപ്പൊ പിന്നെ ഇതാണ് അവർ രണ്ടുപേരും സെലക്ട് ചെയ്താണ്. വേറെ ഇങ്ങനെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതാണ് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടും ഇഷ്ടപ്പെട്ടത്. കാരണം എൻ്റെ വലിയ കൈയ്യാണ് കയറാനും പാടായിരുന്നു. വളമൊക്കെ ഭയങ്കര വേദനയായിരുന്നു. ആള് ഇവിടെ ബലൂണൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മൂമ്മ അതാ വെയിറ്റ് ചെയ്യുന്നു. സാധനം എടുത്തോണ്ട് വന്നിട്ട് വേണം ഇനി ബില്ല് ചെയ്യാൻ. അപ്പം എന്തോ അവിടെ അപ്പം 4 കാർഡിലൊക്കെ വെച്ചിട്ട് വന്നു. അപ്പോൾ ഫോണ് കാണാത്തോണ്ട് ഇപ്പൊ വിളിച്ച് ചോദിക്കുന്നത് കൂടെ വന്ന ചേട്ടൻ. എന്താ ലിയൻ? ടെൽ ഓസി വാട്ട് യു വാണ്ട് ടു സേ. എന്ത് പറ്റി ലിയൻ? വേർ യു വാണ്ട് ടു ഗോ ഹണി?
നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് പോയി സാധനമൊക്കെ എടുത്ത് അവിടെ നിന്ന് പോവാ ഇതാ 2:05 അവള് ബ്രേക്ക്ഫാസ്റ്റ് അധികം കഴിച്ചില്ല. അങ്ങനെ സാധനം കിട്ടി. ഒന്ന് തുറന്ന് കാണിക്കും അമ്മ. ഈ സൈഡിലമ്മ കിടന്നു തുറക്ക്. ആ കൊള്ളാലോ. ഇങ്ങനെ മാറ്റി മേടിച്ചോണ്ട് വലിയ ഒരു വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. ഇങ്ങോട്ട് ആക്ച്വലി കുറച്ച് പൈസ കിട്ടി. കൊള്ളാം, ഇടട്ടെ. ഓക്കെ, പോവാം. ബാ, ഫിഷിനോട് ബായ് പറ. ബായ്, പിന്നെ കാണാം. They only know മലയാളം. സേ പിന്നെ കാണാം. പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ നമ്മളത് സംസമില് വന്ന് അപ്പൂപ്പന്റെ കൈക്ക് പിടിച്ച് പോന്ന്. ഞാൻ വരുന്നോണ്ടോന്നൊക്കെ ചെക്ക് ചെയ്തോണ്ടൊക്കെ പോന്ന്. അമ്മൂമ്മ ഇറങ്ങി ഫുഡ് മേടിക്കാൻ പോവാണ്. മെനു വന്ന് ഫുഡ് കഴിക്കാൻ. ഫുഡ് വേണോ? ജ്യൂസ് വേണോ? ജ്യൂസ് വേണോ? ആപ്പിൾ ജ്യൂസ് വേണോ? അതെ, ഫുഡ് വന്ന് ഇനി കുറച്ചും കൂടെ വരാണ്ട്. ബിരിയാണിയാണ് നമ്മളിന്ന് കഴിക്കുന്നത്. എനിക്കൊരു ചിക്കനാണ്. ഇവന് എരിവില്ലാത്ത നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിച്ച ഫുഡ് കുറച്ച് ബാക്കി വന്നു. പിന്നെ അല്ലാതെ ഒരു പാർസലും കൂടി മേടിച്ചു രാത്രി വല്ലതും കഴിക്കാൻ വേണ്ടിയിട്ട്. അവൻ പിടിച്ചു. അമ്മൂമ്മ അവൻ ഹെൽപ്പ് ചെയ്യാൻ വന്നെയാ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. എന്താ ഡിസൈർ എന്ന് പറഞ്ഞ കടയിൽ വന്ന് ഇതിൻ്റെ ഒരു മോതിരം പോളിഷ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്തിട്ട് എൻ്റെ വേറൊരു റിങ് ഉണ്ട്. അത് മറ്റേ കടയിൽ അവർ എടുത്തില്ല. അപ്പോൾ അത് കൊടുത്ത് മാറ്റി ഒരു ഡയമണ്ട് റിങ് എടുക്കാൻ പോവാ. പാലിയൻ നടക്ക്. ലിയൻ ഇങ്ങനെ നടക്കുന്നോ? ഈ ഒരു മൂക്കുത്തി ഇട്ട് നോക്കുന്നുണ്ട്. ശീലമില്ലാത്തതിന്റെ വേറൊരു ഫീലൊക്കെ, പക്ഷെ കൊള്ളാൻ തോന്നുന്നു. അതാ അമ്മമ്മ ഒരു പുതിയ മൂക്കുത്തി മേടിച്ചു. പിന്നെ ഇതാണ് മേടിച്ച ഒരു റിങ്ങും. പിന്നെ വേറൊരു മൂക്കുത്തി എനിക്ക് വേണ്ടി എടുത്തായിരുന്നു. അടിപൊളിയായിട്ട്. ഓ, ഫിഷ് ഉണ്ടോ? No, they're going to sleep. നോക്ക്, just like our house, big fish അല്ലേ? നോക്ക്, ഡോറി, നീമോ എല്ലാരും ഉണ്ട്. ഗ്രീൻ, അത് പിങ്ക്, ഗ്രേ. ഇഷ്ടപ്പെട്ടോ? പിന്നെ അല്ല പോവാൻ പിന്നെ വാഷ്റൂം പോവാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മീനെ കണ്ടോണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മളിതാ ജയലക്ഷ്മി എത്തി. എന്താ ഉറങ്ങുക. ഇപ്പോഴാണ് മുണ്ടും ഉടുപ്പൊക്കെ എടുത്തിട്ട് വരാം. അവിടെ പോയിട്ട് വരും. പിന്നെ പോയിട്ട് വരാം. അവര് താഴെ പോയിട്ട് വരും. ശരി, ഇവനതാ പെട്ടെന്ന് ഇവിടെ ഒന്ന് കിടത്തി സാധനം നോക്കാം. ആളിതാ പാവം ഇപ്പോഴും ഉറങ്ങുക. അങ്ങനെതാ ഇടാൻ ഇപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ മേടിച്ചു വീട്ടിലൊക്കെ ഇടാൻ. എവിടെയും ഓണത്തിനൊക്കെ ഇടാൻ പറ്റിയ ഒരു മുണ്ടൊക്കെ മേടിച്ചിട്ടുണ്ട്. ഈ ബർത്ത്ഡേ ഡ്രസ്സ് ഒന്നും ചിന്തിച്ചില്ല. അതിവിടെ എല്ലാം നോക്കിയിട്ട് ഒന്നും ആയില്ല. വേറെ എവിടെയെങ്കിലും പോയി ആലൻസോളി ഒന്നും പോയി നോക്കേണ്ടി വരും. അതാ സാധനം എടുത്തോണ്ട് എടാ അപ്പൂപ്പനും ലിയനും ദാ ഫാത്തിമയൊക്കെ. ആളിപ്പോ ഉറക്കം എണീറ്റ്. നമ്മളിതാ ഡാൻസ് പ്രാക്ടീസിന് പോവാ. ഇങ്ങനെ ലീന ഞാൻ തേച്ചിട്ട് ഐസ്ക്രീം ഐഫോൺ മഴയത്ത് ഡെഡിക്കേഷൻ.
ഫുഡൊക്കെ വന്ന് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോവാ. ആ കാരണം ഇപ്പൊ തന്നെ അമ്മൂമ്മ സ്ട്രെസ്ഡ് ആക്കുക. എല്ലാം കഴിഞ്ഞതാ. സംസം സ്റ്റോറിൽ പൊട്ടറ്റോ, അഭിരാമിന് പൊട്ടറ്റോ ഉണ്ടോന്ന് ഇല്ലെന്ന് നോക്കിട്ട് അമ്മ അരമണിക്കൂറിൽ നമ്മൾ എത്തുന്നു പറഞ്ഞിട്ട് നമ്മൾ 5 മിനിറ്റ് കൊണ്ട് എത്തിച്ചു. സ്ട്രെസ്ഫുൾ. അമ്മ അമ്മൂമ്മ അശ്വിന തിരിക്കാൻ നോക്കാം. ആ പൂവിന്റെ സാധനം തിരിച്ചാ മതി. ഇപ്പുറത്തോട്ട് ലോക്ക് ചെയ്തേക്കാണല്ലേ. എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റ് പൊക്കണ്ട് പണ്ട് വിട്ടേങ്ങനെ. ആ തുറന്ന് എന്തായാലും പൂട്ടുണ്ട് അവിടെ. എന്നിട്ടും പൂട്ട്. നമ്മുടെ പിച്ചക്കാര പിള്ളേരെ പോലെ. അമ്മ ലിയൻ, he wanted to come see you. ഇത് മതി എന്നൊക്കെ കള ഓടി when I'm done eating my lunch എന്നൊക്കെ. ഇപ്പൊ രാത്രി പാതിരാത്രി. Can you give Ashwin a kiss, honey? കള പാവം. പക്ഷെ അവനെ നമ്മൾ തേച്ചു. ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇപ്പൊ കിടന്നിറങ്ങി. അപ്പൊ ഇന്നൊരു നല്ലൊരു ദിവസമായിരുന്നു. ഇനി രാവിലെ ആവുമ്പോൾ എണീക്കുമ്പോൾ ഇറ്റ് വിൽ ബി 1 day before his actual ഇവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി നമ്മൾ നടത്താൻ തീരുമാനിച്ചു. അപ്പം പക്ഷേ അത് 1-ാം തീയതി നമ്മൾ ചെയ്യുന്നത്. അപ്പം നാളെ ബർത്ത്ഡേനെ കുറിച്ച് ഒന്നും വേണ്ടുന്നില്ല. മറ്റന്നാൾ അവനൊരു സർപ്രൈസ് ആയിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവനറിയത്തില്ല ഇങ്ങനെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ ഉണ്ടെന്ന്. അവിടെ ക്യാമ്പ് ഡേ വെച്ച് ഒരെണ്ണം നടത്തുകയായിരുന്നു ചെറുതായിട്ട്. പക്ഷെ കുറച്ച് ജസ്റ്റ് ഡേ ക്യാമ്പുള്ള ഫ്രണ്ട്സ് വെച്ചാണ് ചെയ്തത്. അപ്പോൾ 1-ാം തീയതി ഇവന് മാരിയോ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്, സൂപ്പർ മാരിയോ എന്ന് പറഞ്ഞ്. അപ്പോൾ അതിലുള്ള ലൂയിജി അവരെല്ലാവരും ഉള്ള ഒരു പടമുള്ള കേക്കൊക്കെ വെച്ച് നമുക്കൊരു ബർത്ത്ഡേ പാർട്ടി നടത്താനാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ അവൻ ഭയങ്കരമായിട്ട് സർപ്രൈസ് ആവും. അവൻ അറിയത്തില്ല അതിനെക്കുറിച്ചൊന്നും, അവൻ മിണ്ടുന്നില്ല. അപ്പോൾ ഇന്ന് കേക്കൊന്നും മേടിച്ചില്ല, അതാ പോസ്റ്റൊന്നും ഇടാത്ത. അവൻ ഉറങ്ങിയിട്ടാണ് ഞാൻ ഫോണിൽ പോസ്റ്റ് വരെ ഇട്ടത്, അല്ലെങ്കിൽ അവൻ അറിയും. അപ്പോൾ പിന്നെ അവൻ ഉറങ്ങിയിട്ട് പോസ്റ്റ് ഇട്ടു, കേക്കൊന്നും മേടിച്ചില്ല. അപ്പോൾ അവൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ബർത്ത്ഡേ വരുവാന്ന്, പക്ഷെ ഇന്നാണെന്ന് പറഞ്ഞിട്ടില്ല. ഇനി 1-ാം തീയതി ബർത്ത്ഡേ പാർട്ടി പോകുമ്പോൾ ഹീസ് ഗോണ ബി സോ ഹാപ്പി. അപ്പോൾ എന്തായാലും എൻ്റെ ബ്ലോഗ് കണ്ടതിന് താങ്ക് യു സോ മച്ച് ഗൈസ്. ഹാവ് എ ഗുഡ് ഡേ. ബൈ ബൈ. ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്.